ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സിൽഫാസ്മിനി കിച്ചൻ്റെ പുതിയൊരു കിടിലൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, സല്ലൂസ് പറഞ്ഞ പോലെ കേക്ക് ഉണ്ടാക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കടന്നാലോ. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗൈസ്, നമ്മളുടെ കേക്കിന് വേണ്ടി ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ 1 കപ്പിലുള്ള മൈദ ഞാൻ നമ്മളുടെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ശേഷം നമുക്ക് അതിലോട്ട് അല്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതിലോട്ട് ബാക്കിയുള്ള മൈദക്കും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു തുള്ളി ഉപ്പ് അതും കൂടി ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എല്ലാവരും അരിപ്പിയിലാണ് ചെയ്യാറ്. ഞാനും അരിപ്പിയിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ എൻ്റെ അത്ര നന്നായിട്ട് കിട്ടില്ല. എന്നാലും ഞാൻ എല്ലാം അങ്ങനെ സാവധാനം ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഗൈസ്, കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോയോ കേക്ക് നമ്മുടെ ഗ്യാസിൽ നിന്ന് എടുക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം നല്ല മഴയായിരുന്നു ആ സമയത്ത്. നമ്മുടെ വീഡിയോൻ്റെ എൻഡിൽ ഞാൻ നമ്മുടെ കേക്കിൻ്റെ ചെറിയൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മിലുവിൻ്റെ ബർത്ത്ഡേക്ക് എത്തിയ വീഡിയോ കേട്ടോ. അപ്പം ഞാനങ്ങനെ മുഴുവനായിട്ട് മരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് നമ്മുടെ മുട്ടയാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവ് എനിക്ക് അറിയില്ല. ഞാൻ എൻ്റെ അമ്മ എടുത്തിന്ന് കുറച്ചെടുത്തതാണ് മുട്ട. അപ്പോൾ മുട്ടയിലോട്ട് നമ്മളുടെ പഞ്ചസാര പൊടിച്ചതിട്ട് കൊടുക്കാം. അത് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഗൈസിന് പഞ്ചസാര മുഴുവനായിട്ട് ഇട്ടെടുത്തു. പിന്നെ ഞാൻ മണ്ടത്ത് ചെയ്യാണ്ട് നമ്മളുടെ ഈ മൈദമാവില്ല അതൊന്നും ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ അതല്ല, വാനില എസൻസ് ഇട്ടിട്ടാണ് എന്തിടുന്നത്. എനിക്ക് ഓർമ്മ കിട്ടിയപ്പോൾ ഞാനത് വാനില എസൻസ് ഇട്ടിച്ചു കേട്ടോ. വാനില എസൻസ് ചേർത്തതിന് ശേഷം നമ്മളുടെ മൈദമാവ് മുഴുവനായിട്ടും അയക്കിടാതെ കുറച്ചായി അയക്കിട്ടിട്ട് ഈ ഒരു പരിവാക്കി ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ കേക്ക് ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ 2 പാത്രമാണ് എടുത്തിട്ടുള്ളത്. 2 സൈസിലുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഓയിൽ തേച്ചിട്ട് നമ്മളുടെ ഈ കേക്ക് ബാറ്ററി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ 2 ഇരട്ടി കേക്കാണ് ഉദ്ദേശിക്കുന്നത്, എന്താവും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ 2 പാത്രത്തിലോട്ടും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലത്തെ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടൊന്ന് തട്ടി കൊടുക്കാം. ശേഷം നമ്മുടെ ഗ്യാസ് അടുപ്പ് ഒന്ന് കത്തിച്ചിട്ട് അതിലേക്ക് നമ്മളുടെ കേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ മഴ കാരണം എനിക്ക് കേക്ക് ഗ്യാസിൽ നിന്ന് എടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമുക്ക് മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.